സൺഡേ ആണ്. ടൈം അറൗണ്ട് ഒരു 11:15 ഒക്കെ കാണും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ നോർമൽ സൺഡേസ് ബി ലൈക്ക് ഒരു പ്രൊഡക്റ്റീവായ രീതിയിലൊന്നുമല്ല, എന്തൊക്കെയോ ചെയ്യും അങ്ങനെ. കാരണം നമുക്ക് വർക്കൊക്കെ ഉണ്ട്, അതൊക്കെ എന്തൊക്കെയോ ചെയ്യും, പക്ഷേ അതൊന്നും ഒരു സിസ്റ്റമാറ്റിക് മാനറിലൊന്നും ആവില്ല. അപ്പം ഞാനെന്ന് വിചാരിക്കുന്നു ഒരു പ്രൊഡക്റ്റീവ് രീതിയിൽ നമുക്കൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാമെന്ന്. അങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല. ഇപ്പം ഇനി എനിക്ക് പ്ലാൻ ചെയ്യണം, അതാണ് ഞാൻ വിചാരിക്കുന്നത്. എനിവേ നമുക്ക് നോക്കാം. ഓക്കെ, അതിന് നമ്മൾ കുറച്ച് ചെടിയൊക്കെ ഒന്ന് നനച്ചിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി ചെടി നനയ്ക്കാനുണ്ട്. ഓക്കെ, യൂഷ്വലി ഞാൻ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഒരു ബുക്ക് എടുത്തിട്ട് അതിൽ എഴുതും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, പക്ഷേ ഇപ്പോഴൊക്കെ അങ്ങനെ ട്രൈ ഔട്ട് ചെയ്താലും മെജോറിറ്റി കേസസിൽ അത് നടക്കാറില്ല. പ്ലാൻ ചെയ്ത് വെച്ചാൽ കൂടി അത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാറില്ല. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുന്നു ബുക്കിൽ എഴുതി വെക്കാം, എന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ട്രൈ ഔട്ട് ചെയ്യാം. ദിസ് ഇസ് വാട്ട് അവർ അൾട്ടിമേറ്റ് എയിം. നോക്കാം. അന്ന് ഞാൻ കുറച്ചിരുന്ന് എഴുതി. ഇനി ഞാൻ വിചാരിക്കുന്നത് ഒരു ചെടി പ്ലാന്റ് ചെയ്യാമെന്നാണ്. നമ്മൾ എല്ലാം ബാലൻസ്ഡ് ആയിരിക്കണമല്ലോ. അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റില്ല. എല്ലാം ഇങ്ങനെ മാറി മാറി, അതാണ് എൻ്റെ ഒരു വേ ഓഫ് ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഒരു വേ അങ്ങനെയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു ചെടി പ്ലാന്റ് ചെയ്യാമെന്ന്. എനിക്ക് ശരിക്കും ഇപ്പോൾ കുറച്ചായിട്ടേ തുടങ്ങിയിട്ടുള്ളൂ. ഈ ഗാർഡനിങ് എന്ന് പറയുന്നത് ഭയങ്കര ക്രേസ് കയറി പീക്ക് നിൽക്കുന്നൊരു ഇതാണ്. ഞാൻ എന്നിട്ടിരുന്ന് പോട്ട് ഉണ്ടാക്കുന്നു, എന്നിട്ട് അതിന് പെയിൻറ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ. പോട്ടൊക്കെ പരീക്ഷണമാണ്, അത് എത്ര കാലം ഇങ്ങനെ നിൽക്കുന്നൊന്നും അറിയില്ല. എത്ര സ്റ്റെബിലിറ്റി ഉണ്ട്, എത്ര കപ്പാസിറ്റി ഉണ്ട്, ചെറിയ പോട്ട്. അപ്പോൾ ഒന്നും അറിയില്ല. എല്ലാം ഒരു എക്സ്പെരിമെൻ്റൽ മാനറിലാണ് ഒക്കെ ചെയ്യുന്നത്. നോക്കാം നമുക്ക്. ഇവിടെ ഒരുപാട് ചെടിയൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ടേക്ക് കെയർ ചെയ്ത് തുടങ്ങുന്നത് ഇപ്പോഴാണ്. ആക്ച്വലി ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ പോട്ട്, ഭയങ്കര ചെറുതാണ്. കറൻ്റ്ലി എസ്തെറ്റിക്സ് കുറച്ച് കുറവാണ്. അത് പിന്നെ ഈ പ്ലാന്റിന് അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ആണ്. നമ്മൾ എല്ലാ പോർഷനിലും വേരുണ്ടായിരിക്കും, എല്ലാ സ്റ്റെംസിലും വേരുണ്ടായിരിക്കും, റൂട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അത് തനിയെ ഇതിനെ ഒന്ന് ഇരുന്ന് സെറ്റ് ആവണം, എന്നാലാണിത് ശരിക്കും നല്ല ഭംഗിയായി വരുള്ളൂ. ഇപ്പോൾ ടൈം അറൗണ്ട് ഒരു 7:30 ആകാം. ആൻഡ് എനിക്ക് നെക്സ്റ്റ് തിങ് ഐ വാണ്ട് ഡു ഈസ് RPD കാസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. ഇത് നാളെ സൈൻ എടുക്കാനുള്ള കാസ്റ്റാണ്. അപ്പോൾ ഞാൻ യൂഷ്വലി ചെയ്യാറ് വെള്ളത്തിൽ കുറച്ചേരം ഇട്ട് വെച്ചിട്ട് ഈ പ്ലെയർ വെച്ചിട്ട് പറിക്കും. ഇത് പറഞ്ഞു പോന്നിട്ടുണ്ട്. ഇനി ഈ ഏരിയ ഒന്ന് നന്നായിട്ട് സ്മൂത്തനിങ് ചെയ്യണം. അത് നമ്മൾ BP ബ്ലേഡ് പൊട്ടി, എന്നാലും നമ്മൾ ബ്ലേഡ് വെച്ചിട്ടൊന്ന് സ്മൂത്തനിങ് ചെയ്തിട്ട് ട്രിമ്മറിലൊന്ന് ചെയ്യും, എന്നിട്ട് സാൻഡ് പേപ്പർ ചെയ്യും. ദിസ് ഈസ് വാട്ട് ഐ ഡു. ആൻഡ് എൻ്റെ ടു ഡു ലിസ്റ്റിലെ മെജോറിറ്റി കാര്യങ്ങൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഇഫ് യു ഗൈസ് വാണ്ട് ടു നോ മോർ അബൌട്ട് ഐശ്വര്യ ഫ്രാൻസിസ്, ഡു സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.